അങ്ങ് രാജഗജ കേസരിയാണെന്ന് കൊള്ളത്തലവൻ ഗോന ഗന്നാറെഡ്ഡി അങ്ങയ്ക്കുള്ള വിവാഹ സമ്മാനമായി ഈ ഗജത്തിന്റെ പ്രതിമ നൽകി അറിയിച്ചിരിക്കുകയാണ്. പദ്ധതി നമ്മുടേത്. പഴി ഗോന ഗന്നാറെഡ്ഡിക്ക്. ഇന്നത്തോടെ ഈ രാജകുടുംബത്തിന്റെ അന്ത്യം സംഭവിക്കും. എവിടെയോ ഇരുന്നു കൊണ്ട് സമ്മാനം അയച്ചു തരുന്നവനല്ല ഞാൻ. കൊടുങ്കാറ്റ് വരുന്ന പോലെയാണ് ഞാൻ. അവിടെയുമുണ്ടാകും, ഇവിടെയുമുണ്ടാകും. ഒളിഞ്ഞിരുന്ന് ആക്രമിക്കാൻ ഞാൻ നിന്നെയൊക്കെ പോലെ ഭീരുവാണെന്ന് കരുതിയോടാ, അതോ നാണമില്ലാത്തവനാണെന്ന്? എന്നായാലും രുദ്രദേവനുമായുള്ള എന്റെ യുദ്ധം നേർക്കുനേരാണ്. ഇവിടെ നടക്കുന്നത് ഒരു ശുഭകാര്യമാണ്. തീർത്ഥവും ചന്ദനവുമാണ് തളിക്കേണ്ടത്, രക്തമല്ല. അതുകൊണ്ട് മാത്രം നിന്നെയൊക്കെ ഞാൻ വെറുതെ വിടുന്നു. വയ്ക്കോ. പിന്നെ ഇനി ഒരിക്കൽ കൂടെ ഗന്നാറെഡ്ഡിയെ കുറിച്ച് അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ, നിന്റെയൊക്കെ ചങ്ക് പിഴുതെടുത്ത് വീടിന്റെ ഉമ്മറത്ത് കെട്ടിത്തൂക്കും ഞാൻ. ചാലുക്യ, സൈനികർക്ക് ആജ്ഞ പുറപ്പെടുവിക്കൂ. ആ ഗന്നാറെഡ്ഡി കോട്ട കടന്ന് പുറത്തു പോകാൻ പാടില്ല. ഈ നാടിനു വേണ്ടി രക്തം ചിന്തിയ ധീരയോദ്ധാക്കൾ സാക്ഷി, പാവപ്പെട്ടവരുടെ പട്ടിണി അകറ്റിയ മഹാപുരുഷന്മാർ സാക്ഷി, നാടിന്റെ മാനം കാത്ത വീരസൈനികർക്ക് ജന്മം നൽകിയ അമ്മമാർ സാക്ഷി, 70 കോടി ദേവകളെയും 60 കോടി അസുരന്മാരെയും സാക്ഷി നിർത്തി പറയുകയാണ്, രുദ്രദേവ കേട്ടോ. ഈ ഗോന ഗന്നാറെഡ്ഡി വാളിന്റെ മൂർച്ച കൂട്ടി വെക്കുന്നത് നിനക്ക് വേണ്ടിയാണ്. രുദ്രദേവന്റെയും കാകതീയ സിംഹാസനത്തിന്റെയും യഥാർത്ഥ ശത്രു ഗോന ഗന്നാറെഡ്ഡിയാണെന്ന് അന്നത്തോടെ എല്ലാവർക്കും വ്യക്തമായി. ഈ ഗോന ഗന്നാറെഡ്ഡി വാളിന്റെ മൂർച്ച കൂട്ടിവെക്കുന്നത് നിനക്ക് വേണ്ടിയാണ്. ഹരിഹര മുരാരികളുടെ ശ്രദ്ധയ്ക്ക്, ഈ ഗന്നാറെഡ്ഡി ചെയ്ത കുറ്റത്തിൽ നിങ്ങളുടെ പങ്ക് എന്താണെന്ന് അറിയുന്നത് വരെ നിങ്ങളുടെ അധികാരം നാം റദ്ദാക്കുകയാണ്. ഈ സമയം ഹരിഹര മുരാരികൾ ഒരു സമ്മോഹനാസ്ത്രം തയ്യാറാക്കിയിരുന്നു. മദനിക, യുവരാജൻ രുദ്രദേവൻ
എല്ലാവിധത്തിലും കഴിവുറ്റവനാണ്. പക്ഷെ അവന്റെ ഒരേ ഒരു ബലഹീനത അന്തഃപുരത്തിൽ മറഞ്ഞുകിടക്കുന്നു. ആ രഹസ്യം കണ്ടുപിടിക്കാൻ ചെന്ന നാഗദേവൻ ജീവനോടെ തിരിച്ചു വന്നില്ല. സ്വയം കണ്ടെത്താമെന്ന് കരുതിയാൽ അന്ന് നിങ്ങൾ നടത്തിയ വധശ്രമത്തോടെ രാജകവാട പ്രവേശനം നിരോധിക്കപ്പെട്ടു. കോമളാംബയുടെ ഇഷ്ടസഖിയായി അന്തഃപുരത്തിൽ പ്രവേശിച്ച് ഞാൻ ആ രഹസ്യം കണ്ടുപിടിക്കണം. ആഹാരം അവിടെ കോർത്തിട്ടോളൂ. ഓയ് കനകാംബ ദേവി, ഇതെന്റെ സാമ്രാജ്യമാണ്. ഇവിടെ നിന്റെ ഭരണം വേണ്ട. ഇതെന്താ ജ്യേഷ്ഠത്തി, മധുവിധ രാത്രി ആയതുകൊണ്ട് വരനല്ലേ ആദ്യം വരേണ്ടത്? അങ്ങനെ എന്തെങ്കിലും നിയമമുണ്ടോ? വരൻ തന്നെ ആദ്യം വരണോന്ന്? അയ്യോ, ശർക്കരയിൽ നിർമ്മിച്ച പ്രതിമയല്ലേ? ഇതെനിക്ക് വേണ്ടി വരുത്തിയതാണല്ലേ? ജ്യേഷ്ഠത്തി, ജ്യേഷ്ഠനും കൂടി വന്നിട്ട് രണ്ടുപേർക്കും ഒരുമിച്ചിരുന്ന് കഴിച്ചൂടെ? എനിക്ക് ഇഷ്ടപ്പെട്ട പലഹാരങ്ങൾ കഴിക്കാതെ വെള്ളവർക്കതിക്കാൻ എന്നെ കൊണ്ട് കഴിയില്ല. കൂടെ ഇരുന്ന് കഴിക്കണ്ടേ? ജ്യേഷ്ഠൻ എത്തിക്കഴിഞ്ഞു. സംസാരിച്ചത് മതി, നിങ്ങൾ പുറത്തു പോയട്ടെ. കവചം ധരിച്ചാണല്ലോ വന്നിരിക്കുന്നത്. യുവരാജൻ ശയനമന്ദിരത്തിൽ കഥനരംഗം സൃഷ്ടിക്കുമോ? കോമളാംബ, ശുഭകാര്യ സമയത്ത് ഈ വേഷത്തിൽ വന്നതിന് ക്ഷമിച്ചാലും കാകതീയ പ്രജകളുടെ ശ്രേയസ്സിനു വേണ്ടി ഒരു ധർമ്മദീക്ഷയിലാണ് നാം. അത് പൂർത്തിയാകുന്നതുവരെ സ്ത്രീ സമ്പർക്കം പാടില്ല. അർദ്ധാംഗിനിയായ നീ അനുവദിച്ചാൽ നാം ഈ ദീക്ഷ പൂർത്തിയാക്കും. ഇല്ലെങ്കിൽ അരുത് യുവരാജൻ, രാജ്യനന്മയ്ക്കല്ലേ. ഞാൻ എതിര് പറയില്ല. അവിടുത്തെ ദീക്ഷ പൂർത്തിയാകും വരെ ഈ ഉടമ്പടി ആനന്ദത്തോടെ അംഗീകരിക്കും. ഇത് രുദ്രദേവന് താൽക്കാലിക ആശ്വാസം ലഭിച്ചുവെങ്കിലും വീണ്ടും ഒരു പ്രതിസന്ധി നേരിട്ടപ്പോൾ തന്റെ സാമർഥ്യം കൊണ്ട് ശത്രുക്കൾക്ക് ജയിക്കാൻ കഴിയാത്ത വിധം വിജയം കൈവരിച്ചു. വേങ്കി രാജമഹേന്ദ്രവരം പ്രാന്തങ്ങൾ കൈവശപ്പെടുത്തിയ പാണ്ഡ്യ സൈന്യത്തെയും കൊപ്പുരം ചിങ്കിടു കലിംഗ ഗംഗരാജ നരസിംഹദേവന്റെ സേനകളെയും ഒക്കെ വിരട്ടി ഓടിച്ചു. സ്വന്തം പ്രജകളെ ശത്രുക്കളുടെ ഭരണത്തിൽ നിന്നും രക്ഷപ്പെടുത്തിയ ആ വിജയം ദ്രാക്ഷാരാമം ഭീമേശ്വരാലയത്തിലെ കൽച്ചുവരുകളിൽ രേഖപ്പെടുത്തി. ഈ ഗോദാവരി നദി സാക്ഷിയായി പറയുകയാണ്, എന്റെ പ്രജകളുടെ കണ്ണുകൾ നിറഞ്ഞാൽ നിന്റെയൊക്കെ രക്തമൊഴുകും ഇവിടെ. മണിപ്പട്ട്, രത്നപ്പട്ട്, ശംഖുപട്ട്, മരതകപ്പട്ട്, കാഞ്ചിപ്പട്ട്, ഇതിലേതിനും പട്ടാണ് അവിടത്തേക്ക് കാണേണ്ടത് യുവറാണി? ഏത് പട്ടുടുത്താലാണോ യുവരാജനെ വശീകരിക്കാൻ കഴിയുക, അത്തരത്തിലുള്ള പട്ടുകൾ എടുത്ത് കാണിക്കൂ. ഓ ആ ധരിച്ചാലല്ലേ ഏത് പട്ടിന്റെയും ഭംഗി അറിയൂ. ആ ദാ നോക്കൂ, ആ ത്രിവർണ്ണപ്പട്ട് മദനം ധരിക്കട്ടെ. ആ ഇളം പച്ച വിശ്വംഭരൻ ധരിക്കട്ടെ. അല്ല, ഇതെടുക്ക്. മുന്നറിയിപ്പ്. രാജ്ഞിയുടെ മാളികയിൽ വസിക്കുന്ന സ്ത്രീകൾ എല്ലാവരും അകത്തേക്ക് പോകും. വ്യാപാരികൾ അവരുടെ കൈകൾ പുറകിൽ കെട്ടി മുട്ടുകുത്തിയിരിക്കും. ആക്രമിക്കാൻ വരുന്നവന്റെ ഗതി ഇതായിരിക്കുമെന്ന് ഇവന്റെ ശരീരത്തിൽ ആലേഖനം ചെയ്ത് ദേവഗിരി രാജാതിർത്തിയിൽ കൊണ്ടെറിഞ്ഞിട്ട് വരും. കോട്ടയുടെ രഹസ്യം കണ്ടെത്താൻ ഈ ചാരൻ നിന്നെ സഹായിക്കും.
വരൻ കാലപുരിയിൽ പതിച്ചു. പക്ഷേ ഈ മദനിക ജീവൻ വെടിയുന്നതിന് മുൻപ് കാകതീയരുടെ രഹസ്യം കണ്ടെത്തിയിരിക്കും. സഭാഷ് മദനിക, സഭാഷ്! ദേവഗിരിയിലെ പെണ്ണാണെന്ന് തെളിയിച്ചു. കാകതീയ സൈന്യത്തെ ബന്ധിച്ച് ആ രുദ്രദേവന്റെ ശിരസ് അമ്മാനമാടുന്ന ദിവസം അധികം വൈകാതെ തന്നെ ഉണ്ടാകും.